നമസ്കാരം ചങ്ങായിമാരെ. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ സ്വന്തം രാധാകൃഷ്ണ മാഷ് നമ്മുടെ ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള പഠനകാലത്ത് നമ്മളെ കൂടെ ഉണ്ടായ ഒരു മാഷിൻ്റെ കൂടെയുള്ള ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞ കളിയും ചിരിയും പാട്ടൊക്കെ ആയിട്ട് നമ്മൾ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആ സ്കൂൾ കാലഘട്ടത്തിലെ മാഷിനെ കുറെ നാൾ കൂടി കാണുമ്പോൾ സന്തോഷം പറയാനാ നമ്മൾ രാധാകൃഷ്ണ മാഷിന്റെ കൂടെ ഉണ്ട്. പക്ഷേ ഹായ്, നമസ്കാരം. എന്തൊരു മനോഹരമായ നാട് ഇത്. യുഎഇയിൽ എപ്പോഴെങ്കിലും വരുന്നവർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കുന്നു ഉറപ്പിച്ച് പറയാം. മാഷ്ക്ക് ഈ റഫീസ ഡാമും ഈ പരിസരമൊക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കേട്ടാ. കോർഫക്കാൻ റഫീസ ഡാമിലായിരുന്നു നമ്മൾ പോയത്. അവിടെ എത്തിയപ്പോൾ മാഷിന്റെ ആ ഒരു സന്തോഷം കാണേണ്ട തന്നെയായിരുന്നു. എന്തെടാ, എന്തൊരു ഭംഗിയാണ് ഇതേ. ഒരാഴ്ചത്തെ ടൂറിന് വന്ന മാഷ് ദുബായിലെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളി ആകെ മടുത്തുപോയി. എനിക്കൊരു ഗ്രാമത്തിലേക്ക് പോകണടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വാ ഒരു അടിപൊളി സ്ഥലമുണ്ട്, നമ്മുടെ റഫീസ ഡാമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ഫ്യൂജറിലെത്തി. ഫ്യൂജറിൽ നമ്മൾ രമേശായിട്ട് നല്ലൊരു സ്വീകരണം, നമ്മളെയും കൊണ്ട് കുറേ സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ്റെ കൂടെയായിരുന്നു നമ്മൾ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നടന്നത്. അന്ന് സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ മൈസൂരും ബാംഗ്ലൂരൊക്കെ ടൂർ പോകുമ്പോൾ ഈ മാഷിൻ്റെ കൈയൊക്കെ പിടിച്ച് കുറേ നടന്നിട്ടുണ്ട്. നമ്മളെ രാധാകൃഷ്ണൻ മാഷ് ദുബായിൽ വന്നതിന് ശേഷം ഒരു ദിവസം മാഷിൻ്റെ കൂടെ ഫുള്ള് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ രാവിലെ 4:40 നമ്മൾ യാത്ര പുറപ്പെട്ടതാണ്. രാത്രി പുലരുവോളം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ ഒരു സമയത്തായിട്ട് പോയി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മാഷിൻ്റെ കൂടെയുള്ള ഒരു കൂടിച്ചേരൽ, അതും ഇങ്ങ് യുഎഇയിൽ. നമ്മൾ കോർഫക്കാൻ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മാഷിൻ്റെ മുഖത്തുള്ള ഒരു സന്തോഷവും കൗതുകമൊക്കെ കാണേണ്ടത് തന്നെയായിരുന്നു. 29-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ മാഷ ഞാൻ ബുർജ് ഖലീഫിനെ അവിടെ നിന്ന് പിക്ക് ചെയ്തു. നേരെ നമ്മളെ ഹിറ്റ് എഫ്എമ്മിലേക്ക് അവിടെ വെച്ച് മാഷ്ക്ക് ഒരു ആദരവ് നമ്മുടെ ഷാബോട്ടനെ കിട്ടും. അത് കഴിഞ്ഞ് നേരെ മാഷിനെ യുഎഇയിലെ സ്കൂളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അജ്മാൻ കോസ്മോപൊളിറ്റനിലേക്ക് പോയി. 2016 ദേശീയ അധ്യാപക ജേതാവ് കൂടിയായിരുന്നു രാധാകൃഷ്ണൻ മാഷ്. ശേഷം നേരെ ഫുജൈറ കോർഫക്കാൻ യാത്ര. രാവിലെ തൊട്ട് രാത്രിയോളുള്ള മാഷിന്റെ കൂടെയുള്ള ആ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത ഒന്നായി. ഇതിന്റെ ഇടയിൽ നമ്മൾ അൽമണാറിലെ മൂന്താട്ടം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെയുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ മാഷിന് ഭയങ്കര സന്തോഷം. അതിനുശേഷം മാഷ്ക്ക് എന്റെ രുചിയിടങ്ങൾ എന്ന് പറയുന്ന ബുക്ക് സമ്മാനിച്ച് നമ്മൾ പിരിഞ്ഞു.